മാകുരിശാണം നമസ്കാരം. ഇന്ന് മാർച്ച് 8-ന് വളരെ സന്തോഷത്തോടെ 4ാമത്തെ വീഡിയോ ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ കാശ് അതിന് ശേഷം വന്നതെല്ലാം ഞാൻ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് ഇനി ആരും ജാതകം ഗണിക്കാനായിട്ട് അയക്കേണ്ട. കാര്യം അതിന് വേണ്ടിയിട്ട് ടൈം കൂടുതൽ ചിലവാകുന്ന. ആ സമയത്ത് നമുക്ക് 10 പേരെ കോൺടാക്റ്റ് ചെയ്യാം. മനസ്സിലായോ? ഗൈഡൻസ് വേണ്ടവരുണ്ട്. പിന്നെ ഇങ്ങോട്ട് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇന്ന് ഒരാൾ മെസ്സേജ് അയച്ചു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കാര്യത്തിൽ നേരിട്ട് വിളിച്ച് 1-2 പ്രാവശ്യം വിശദമായിട്ട് സംസാരിച്ചതാണ്. പക്ഷേ ഈ ഡെയിലി കുറേ പേരെ വിളിക്കുന്നത് കൊണ്ടും എൻ്റെ ശക്തി അത്രയ്ക്ക് അപാരമായതുകൊണ്ടും പെട്ടെന്ന് റീകളക്ട് ചെയ്തെടുക്കാനായിട്ട് ടൈം പിടിക്കുന്നു. അവ പറഞ്ഞ് അന്ന് സാറിൻ്റെ അടുത്ത് വിശദമായി സംസാരിച്ചതാണ്, മെസ്സേജ് അയച്ചതാണ്, സാറ് തിരക്കിൻ്റെ അടുത്ത് അതൊക്കെ മറന്നുപോയി എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ ഓർമ്മപ്പെടുത്തുന്ന പോലെ തോന്നി. അപ്പോഴേ എനിക്ക് തോന്നി ഇതിലെനിക്ക് നിയോഗമില്ല. കാര്യം വിളിക്കുന്ന ആൾക്ക് നമ്മുടെ അടുത്തൊരു ന്യൂനത കണ്ടു കഴിഞ്ഞാൽ അവിടെ നിർത്തണം. ഗുരു പറയുന്നതാണ്, കുറേ ഇതിൽ പറയുന്നുണ്ട്. കാര്യം നിയോഗമില്ല, നമുക്ക് നിയോഗമില്ല. അവർക്ക് നമ്മളെക്കാളും ഭംഗിയായിട്ട് ആരെങ്കിലും കണ്ടിട്ട് ആ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ നിയോഗമുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളിൽ നമുക്ക് നിയോഗമില്ല. കാര്യം അതാണ് അതിൻ്റെ ഒരു വിധി, അതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ കാര്യങ്ങൾ ഏൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതും പറയുന്നു. കാര്യം നമ്മൾ ഗൈഡൻസ് തരുന്നു, അല്ലാണ്ട് ആരുടെയും ആവാഹന ഒന്നും ചെയ്യുന്നില്ല. നേരിട്ട് കാണണമെന്ന് പറയുന്നത് നേരിട്ട് കാണാൻ സാധ്യമല്ല. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞു, ഞാൻ പ്രൊഫഷണലി ഇരിക്കുന്നതല്ല, നേരിട്ട് കാണാനൊന്നും സാധ്യമല്ല. പിന്നെ ചിലർ ഏതെങ്കിലും അമ്പലങ്ങളിലുണ്ടെങ്കിൽ കണ്ടെങ്കിൽ അപ്പോൾ ഓക്കെ. കാര്യം ഇത് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ കാർമ്മികം അല്ലെങ്കിൽ നമ്മുടെ കാർമ്മികം നമ്മൾ തന്നെ മാറ്റണം. അല്ലാണ്ട് ഒരു തേർഡ് പാർട്ടിക്ക് അത് മാറ്റാൻ പറ്റില്ല. അത് ആവാഹന ചെയ്ത് മാറ്റാനൊക്കെ ഒരു പരിധി ഉണ്ടല്ലേ. അത്രയ്ക്കും ശരിയായിട്ട് ചെയ്യുന്ന ആൾക്കാർ ആരുണ്ടെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്കാരെയും സജസ്റ്റ് ചെയ്യാൻ നിർവാഹമില്ല. അത് പറയുകയാണ്. അപ്പോൾ ഇപ്പോൾ ആരും പണം ഒന്നും അയക്കില്ല എന്നുള്ളതുകൊണ്ട് സന്തോഷമുണ്ട്. പിന്നെ ചിലർ സങ്കല്പത്തിൻ്റെ കാര്യം, അതിനെന്ത് ദക്ഷിണയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു സങ്കല്പവും വേണ്ട, ദക്ഷിണയും വേണ്ട. ഓക്കെ. ഇപ്പോൾ ഈ വന്ന ആൾക്കാരുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാൻഡമായിട്ട് കണ്ട് ഇൻറ്റ്യൂഷൻ കിട്ടുന്നവരുടെ ഞാൻ അത് എന്നാലാകുന്ന ഗൈഡൻസ് തരാം. പ്രശ്നങ്ങളെല്ലാം എന്നെക്കൊണ്ട് മാറ്റാൻ പറ്റുമെന്നുള്ള ഉറപ്പില്ല. പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ചിലർ ഇത് ചെയ്യുമ്പോഴത്തേക്കും ഡീറ്റെയിൽസ് തരികയില്ല. അയക്കുന്ന ആൾ പറയുന്നത് ഞാൻ പറഞ്ഞിരിക്കുന്നത് എനിക്ക് കിട്ടേണ്ടത് എൻ്റെ ഗുരു പറഞ്ഞതനുസരിച്ച് ഇത് എന്താണ് ദൂതൻ എന്ന് പറയും, ദൂതലക്ഷണം എന്ന് പറയും. ആ ദൂതൻ ആദ്യം എങ്ങനെയാണോ നമ്മുടെ അടുത്ത് വരുന്നത്, അതാണ് ആദ്യത്തെ നിമിത്തം. അപ്പോൾ ആദ്യം വരുമ്പോൾ തന്നെ മക്കളുടെ കാര്യം നോക്കാനാണെന്ന് പറയും. പക്ഷേ അവരുടെ പേരോ വയസ്സോ നക്ഷത്രമോ സ്ഥലമോ പറയില്ല. അപ്പോൾ ദൂതലക്ഷണം തന്നെ പിഴച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് ഹർഡിൽസാണ്, ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യവും ഞാനിനി ഒഴിവാക്കി തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിക്കുക, അത് ബ്ലോക്ക് ചെയ്ത് തുടങ്ങി. ഞാൻ ആ ചാറ്റ് വാട്സാപ്പ് ബ്ലോക്ക് ചെയ്ത് തുടങ്ങി. ഇല്ലെങ്കിൽ ഇതിൽ കുറേ പേര് പ്രതീക്ഷിച്ചിരിക്കുന്നവരെ എനിക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ കറക്റ്റ് വിവരം കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് മെസ്സേജായിട്ട് പേര്, വോയിസ് ഇട്ടാലും എനിക്ക് സേവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പേര്, നക്ഷത്രം, വയസ്സ്, സ്ഥലം അത് പറയുക. ആരുടെ ആവശ്യമാണെങ്കിലും ആ കാര്യം പറയുക, പറഞ്ഞിട്ട് കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് സേവ് ചെയ്യും. ഞാൻ അങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കും റിക്വയർമെൻറ്റിന്, അല്ലെങ്കിൽ അതിൻ്റെ താഴെ ബാക്കി എഴുതും. അപ്പോൾ ഇത്രയും ഇല്ലാത്ത കാര്യങ്ങൾ എനിക്ക് ഉള്ള നിയോഗമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്യും. അതെല്ലാവരെയും അറിയിക്കുകയാണ്. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം വർക്ക് ലോഡ് കുറയും. ഇത് ഞാൻ വർക്ക് ലോഡല്ല, എനിക്ക് സന്തോഷത്തോടെയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചും പറഞ്ഞു ഇത് ചെയ്യുമ്പോൾ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ എല്ലാ ഡീറ്റെയിൽസും തന്നവരുടെ മെസ്സേജുകൾ താഴെ കിടക്കും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അതുകൊണ്ട് നേരിട്ട് കാണാൻ നിർവാഹമില്ല. അതുമല്ല, നാളെ മുതൽ ഇപ്പോൾ തൊട്ടൊരു എനിക്ക് 4 മണി തൊട്ട് വേറെ ആളെ കാണാനുണ്ട്. അപ്പോൾ ഇന്ന് തൊട്ട് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകണം. അപ്പോൾ എന്നാണ് പൊങ്കാല, അതിൻ്റെ പിറ്റേ ദിവസം അവിടെ നിന്ന് തിരിച്ചു വരുള്ളൂ. അപ്പോൾ അത്രയും ദിവസം എനിക്ക് കോൺടാക്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. പക്ഷേ വാട്സാപ്പിൽ തന്നവർക്ക് ഞാൻ തീർച്ചയായിട്ടും വാട്സാപ്പിലൂടെ മറുപടി തരുന്നതായിരിക്കും. എനിക്ക് അതിൻ്റെ ഇത് കിട്ടിയാൽ, ഇൻറ്റ്യൂഷനോ സൊല്യൂഷനോ കിട്ടിയാൽ ഞാൻ ബന്ധപ്പെടുന്നതായിരിക്കും. നിങ്ങൾ കാണിക്കുന്ന സഹകരണത്തിനെല്ലാം വളരെ നന്ദി. ഇപ്പോൾ ഭയങ്കര റിലാക്സാണ്. ആരും കാശും ജാതകവും ഗണിക്കുന്നില്ല കൊണ്ടുണ്ടല്ലോ, ഭയങ്കര റിലാക്സേഷനാണ്. ഏതോ ഒരു കോമഡി ഒരു നല്ല റിലാക്സേഷൻ ഉണ്ട് കേട്ടാന്ന് പറഞ്ഞിട്ട് പറയും, ഇത് റെക്കോർഡൊന്നും ചെയ്യുന്നില്ലല്ലോ അല്ലേ എന്ന് പറയുന്ന പോലെ ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ട് പറയുന്ന വളരെ റിലാക്സേഷൻ ഉണ്ട്. കാര്യം പണം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കാര്യമാണ്. 8 പണം എന്ന് പറഞ്ഞാൽ 8, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് പണമിടപാടുകളിൽ ഞാൻ വളരെ ജാഗ്രത പുലർത്തുന്നത്. ഓക്കെ, പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ്.
അപ്പോൾ ഇന്നത്തെ ആ ഉപാസനയുടെ ഇത് ശനിയാഴ്ച വ്രതം എന്ന് പറഞ്ഞാൽ വ്രതമൊന്നുമല്ല, ഉപ്പില്ലാണ്ട് ആഹാരം കഴിക്കുക. വ്രതം ഒന്നും ആരും വിചാരിക്കേണ്ട. പീരീഡ്സിൻ്റെ സമയത്ത് എടുക്കാവോ, ഇതിനൊന്നും ബാധകമല്ല. ഭക്ഷണം കഴിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഈ വ്രതം എടുക്കാം. അതിന് വേറെ ഒന്നും ചെയ്യാൻ പറയുന്നില്ല. അമ്പലത്തിൽ പോകാനോ അവിടെ ചെല്ലാനോ ഇവിടെ ചെല്ലാനോ പറയുന്നില്ല. ഉപ്പിടാത്ത ഭക്ഷണം കഴിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ മെസ്സേജ് ചെയ്യാൻ അത് ഷെയർ ചെയ്തു. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാക്കയില്ലാത്ത സ്ഥലമാണ്. പക്ഷേ ഈ സാധനം പ്രാവുകൾ പോലും എടുക്കുന്നില്ല. കാര്യം മനുഷ്യനൊഴിച്ചിട്ട് ബാക്കിയുള്ള ജീവജാലങ്ങൾക്ക് നമ്മുടെ കാർമിക എന്താണെന്നറിയില്ല. പക്ഷേ നമ്മൾ എന്താവശ്യത്തിനാണ് ഈ ശനീശ്വരൻ ഇത് ചെയ്യുന്നത്? നമ്മുടെ കാർമിക് കുറയാനായിട്ട്. അതുങ്ങൾക്ക് എങ്ങനെയോ മനസ്സിലാകുന്നുണ്ട്. പ്രാവുകൾ അമ്പലവാസികളാണ് അല്ലേ? അപ്പോൾ കാക്കകൾ ശനീശ്വരൻ്റെ ഇതാണ്. അപ്പോൾ അത് എങ്ങനെയോ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താണെന്നൊന്നും അറിയില്ല. പക്ഷേ പോകെ മനുഷ്യൻ്റെ ചിന്തകളും മനുഷ്യൻ്റെ ഓറയിലുള്ള കാർമിക് ലോക്കസൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ശാസ്ത്രവിദ്യ വന്നേക്കും. മാക്സിമം ഒരു 50 വർഷത്തിനുള്ളിൽ ഇത് വിദേശത്തെങ്കിലും വന്നേക്കും. കാര്യം ക്രില്ലിയൻ ക്യാമറ 80കളിൽ പാഞ്ഞാളിൽ നടന്ന അതിരാത്രത്തിന് ജർമ്മനിയിൽ നിന്നോ മറ്റോ വന്ന ശാസ്ത്രജ്ഞർ ക്രില്ലിയൻ ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്തതായിട്ട് അന്നത്തെ കാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുക, ഹൈസ്കൂളിൽ ഞാൻ പേപ്പറിൽ വായിച്ചായിരുന്നു. ഇതും വരാണ്ടിരിക്കുകയല്ല. കാര്യം ഭാരതത്തിൽ ഋഷീശ്വരന്മാർ എന്തൊക്കെ എഴുതിയോ അത് ശാസ്ത്രം കണ്ടെത്താൻ കുറച്ച് ടൈം പിടിക്കും. പക്ഷേ അത് സത്യമാണ്. ഇത്ര പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ആ ഉപാസന മന്ത്രജപം അതുപോലെ ശനീശ്വര പ്രീതിക്ക് വേണ്ടിയിട്ട് ചെയ്ത ഇത് പങ്കുവെച്ച് നൽകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ.